ജിൽബി, നമ്മുടെ യൂട്യൂബ് ലൈവ് ചാറ്റിൽ ദേവരാജൻ ചോദിക്കുന്നുണ്ട്, ദില്ലിയിലെ തണുപ്പ് ജിൽബിയുടെ റിപ്പോർട്ടിങ്ങിൽ നിന്ന് വ്യക്തമാണ്. കാലാവസ്ഥ തണുപ്പ് ദില്ലിയിൽ എങ്ങനെയാണ്? വായു മലിനീകരണം കുറയുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. മറുപടി പറഞ്ഞോളൂ. ദില്ലിയിൽ മാത്രമല്ല, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം അതിശൈത്യവും മൂടൽമഞ്ഞും ശക്തമായിട്ട് തന്നെ കൂടുകയാണ്. അതായത് രാവിലെയൊക്കെ നമ്മളിപ്പോൾ ഓഫീസിലേക്ക് വരുമ്പോഴാണേലും നല്ല തണുപ്പാണ്. അതിൻ്റേതായ ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാവർക്കുമുണ്ട്. നമ്മുടെ ഓഫീസിലടക്കം എല്ലാവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഈ തണുപ്പടിച്ചുണ്ടായിട്ടുണ്ട്. കാരണം അത്രത്തോളം കടുത്ത തണുപ്പാണ്. പിന്നെ ഇപ്പോൾ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഈ യാത്ര ചെയ്യുന്നവരൊക്കെയാണ്. കാരണം വിമാനങ്ങൾ വൈകുന്നു, അതുപോലെ തന്നെ ട്രെയിനുകൾ വൈകുന്നു. ഇന്നും 26 ട്രെയിനുകൾ വൈകിട്ടായിട്ടാണ് ഇപ്പോൾ നോർത്തേൺ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. അത്രത്തോളം യാത്രക്കാർക്ക് വലിയ രീതിയിൽ ഈ തണുപ്പും മൂടൽമഞ്ഞും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിലും ഈ തണുപ്പ് കൂടുമെന്ന് തന്നെയാണ് ഇപ്പോഴും കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഈ മൂടൽമഞ്ഞൊക്കെ ശക്തമായതുകൊണ്ട് നമ്മൾ വഴികളിലൊക്കെ നടക്കുമ്പോൾ, അതായത് നമുക്ക് മറുവശം കാണാൻ പറ്റാത്ത രീതിയിൽ വലിയ രീതിയിൽ മൂടൽമഞ്ഞാണ്. അതിനാൽ തന്നെ വണ്ടികളൊക്കെ ഓടിക്കുമ്പോൾ വേഗത കുറച്ച് ഓടിക്കണം, കാരണം അപകട സാധ്യത കൂടുതലാണ്. ഇതിന് ജാഗ്രത പാലിക്കണമെന്നൊക്കെ ഇപ്പോൾ അധികൃതർ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ ദില്ലിയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാണുന്നതാണ്. കാരണം ഈ വഴിയരികിലൊക്കെ നിരവധി പേർ കിടക്കുന്നത് നമ്മൾ എപ്പോഴും കാണുന്നതാണ്. അവരെയൊക്കെ ഇപ്പോൾ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം അങ്ങനെ കിടക്കാൻ, അതായത് വഴിയരികിലോ അല്ലെങ്കിൽ നമ്മളൊരു വീടിനകത്ത് സുഖമായിട്ടൊരു കട്ടിലിൽ കിടക്കുമ്പോൾ പോലും അത്രത്തോളം തണുപ്പാണ്. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, പുറത്ത് കിടക്കുന്നവരും അവർക്ക് എത്രത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. എന്തായാലും അവർക്ക് ഇപ്പോൾ ഒരു ഷെൽട്ടർ ഹോമുകളൊക്കെ ഒരുക്കി അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുന്നു എന്നുള്ളതാണ്. കാരണം ഹൃദ്രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, അതുപോലെ തന്നെ ഈ തണുപ്പടിച്ചിട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്കുകൾ ഇതിന് സംബന്ധിച്ച് കൂടുന്നു എന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ തണുപ്പ് കൂടും. അതിനാൽ അതിൻ്റെതായ ജാഗ്രതകൾ തുടരണമെന്ന് ഇപ്പോൾ സർക്കാരും അതുപോലെ തന്നെ വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട്. സ്വയമേ അതിനുള്ള പരിരക്ഷയൊക്കെ എടുക്കുക എന്ന് മാത്രമേ ഈ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. അതോടൊപ്പം തന്നെ ഈ മലിനീകരണവും രൂക്ഷമാകുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ജനജീവിതം ദുസ്സഹമാക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വിനീഷ. ഓക്കെ ജിൽബി, ടേക്ക് കെയർ. എന്തായാലും നിർദ്ദേശങ്ങളൊക്കെ പാലിക്കൂ, ആരോഗ്യത്തോടെ തന്നെ ഇരിക്കൂ.